ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. അടുത്തയാഴ്ച മെയ് 23-ന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന മമ്മൂട്ടിയുടെ ബിഗ് ബഡ്ജറ്റ് മാസ് ആക്ഷൻ കൊമേഴ്ഷ്യൽ എന്റർടൈനർ വിഭാഗത്തിൽ പെടുന്ന സിനിമയാണല്ലോ ടർബോ. ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇതിനോടകം തന്നെ സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് എല്ലാം തന്നെ കേരളത്തിൽ ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. മികച്ച ടിക്കറ്റ് വിൽപ്പനയുമായിട്ട് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ കഴിഞ്ഞ 1-2 മണിക്കൂറുകൾക്കിടയിൽ നിങ്ങൾ തന്നെ ഇങ്ങനൊരു പോസ്റ്റ് കണ്ടിരിക്കുമല്ലോ. ടർബോ ടിക്കറ്റുകൾക്ക് വൻ ഡിമാൻഡ്, വിറ്റഴിഞ്ഞത് കോടിക്കണക്കിന് ടിക്കറ്റുകൾ എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. 1 കോടിയിലധികം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടു എന്നൊരു വാർത്ത ഇതിനോടകം തന്നെ ഏഷ്യാനെറ്റ് വഴി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടത്. ഇതിനിടയിൽ റിപ്പോർട്ടർ ചാനൽ 1 കോടി രൂപയുടെ ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടു എന്നൊരു വാർത്ത കൂടി പുറത്തുവിടുകയുണ്ടായി. എന്തായാലും 1 കോടിയിലധികം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടു. ടർബോയുടെ 1 കോടി ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് ഒന്നിന് 150 രൂപ വെച്ച് മിനിമം കണക്കാക്കുകയാണെങ്കിൽ 150 കോടിയിലേറെ കളക്ഷൻ സിനിമ ഇപ്പോൾ തന്നെ പ്രീസെയിലായിട്ട് നേടിയിട്ടുണ്ടാകുമല്ലോ എന്നാണ് പലരും ചോദിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ നമ്മുടെ ഒരു നിരീക്ഷണം എന്തെന്നാൽ ഏഷ്യാനെറ്റ് ചാനലിന് തെറ്റിപ്പോയതാണ് എന്ന് തന്നെയാണ്. കേരളത്തിന് പുറത്ത് ലോകത്തിലെ പല ഭാഗങ്ങളിലും ടർബോയുടെ ടിക്കറ്റ് വിൽപ്പന ഏകദേശം ഒരാഴ്ചയായിട്ട് ആരംഭിക്കപ്പെട്ടിരുന്നു. ഇന്നും ഇന്നലെയും ഒക്കെ ആയിട്ടാണ് കേരളത്തിൽ സിനിമയുടെ ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കപ്പെട്ടത്. ഇന്നായിരുന്നു ടർബോയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ ഗ്രോസ് കളക്ഷൻ 1 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടത്. ആ ഗ്രോസ് കളക്ഷന് പകരം ടിക്കറ്റുകളുടെ എണ്ണമായിരിക്കുമെന്നാണ് ഏഷ്യാനെറ്റ് അഡ്മിൻ കരുതിയത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും ഏഷ്യാനെറ്റ് ന്യൂസ് പോലൊരു ചാനൽ അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ അത് ശരിയായിരിക്കുമെന്ന് കരുതി പല ഓൺലൈൻ മീഡിയാസും അത് ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ തെറ്റാണ് എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. മഞ്ഞുമൽ ബോയ്സ് വരെ ഇന്ത്യയിൽ 1 കോടിയിലധികം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടപ്പോഴാണ് 150 കോടിയിലേറെ ഇന്ത്യയിൽ മാത്രം കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. എന്തായാലും ടർബോയും ആ നേട്ടത്തിലേക്കെല്ലാം തന്നെ ഭാവിയിൽ എത്തപ്പെടട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. ഇനി അവസാനമായിട്ട് മമ്മൂട്ടി ചിത്രം ടർബോയുടെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് പ്രീസെയിൽ അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് കേരളത്തിൽ 10 ലക്ഷമായിരുന്നു സിനിമയുടെ പ്രീസെയിൽ ഗ്രോസ് എങ്കിൽ ഇപ്പോഴത്തെ അല്പസമയം മുന്നേ 8 മണിയോടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം അത് 34 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. വേൾഡ് വൈഡ് പ്രീസെയിൽ ഗ്രോസ് ഇപ്പോഴത്തെ 1 കോടി രൂപയ്ക്ക് മുകളിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും അടുത്ത മണിക്കൂറുകളിലും അടുത്ത ദിവസങ്ങളിലും വമ്പൻ പ്രീസെയിലേക്ക് സിനിമ എത്തപ്പെടും. കാത്തിരിക്കൂ ടർബോയുടെ കൂടുതൽ വാർത്തകൾ കേട്ട്.